എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത ശൈലിയിലുള്ള മാറ്റം ശാരീരിക അധ്വാനം കുറയ്ക്കുന്നു എന്നതിൽ സംശയമില്ല. ശാരീരിക അധ്വാനം കുറവുള്ള ഈ സമയങ്ങളിൽ അധികമായി നമ്മൾ ജങ്ക് ഫുഡ്സ് കഴിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ബിരിയാണി, പിസ്സ തുടങ്ങിയ ഭക്ഷണങ്ങൾ അമിതഭാരം കൂട്ടുവാൻ ഇടയാക്കുന്നു. ഇങ്ങനെ അമിതഭാരം കൂടുന്നതിലൂടെ നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഈ അടുത്ത കാലത്തായി അമിതഭാരം മൂലം ഒരുപാട് പേർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ തടി കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഭക്ഷണശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. പൊതുവെ നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം 2 നേരമെങ്കിലും ചായ കുടിക്കുന്ന ശീലം ഉണ്ടാവും. ഇങ്ങനെ ചായ കുടിക്കുന്ന ശീലം പൂർണ്ണമായി മാറ്റി ഇതിനു പകരം ഗ്രീൻ ടീ ശീലമാക്കിയാൽ നമ്മുടെ അമിതഭാരം കുറയുവാനും ആരോഗ്യം നേടുവാനും സഹായിക്കും. ഗ്രീൻ ടീയിൽ ആന്റി ഓക്സിഡന്റുകളായ കഫീൻ, കാറ്റച്ചിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഈ 2 സംയുക്തങ്ങളും മെറ്റബോളിസത്തെ ത്വരിതപ്പെടുത്തുമെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. ഇതിലെ കാറ്റച്ചിൻ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ വിഘടിപ്പിക്കുവാൻ സഹായിക്കുന്നു. നമ്മുടെ ഭക്ഷണത്തിൽ ധാന്യങ്ങൾ ചേർക്കുന്നത് ശരീരഭാരം കുറയ്ക്കുവാൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ധാന്യങ്ങൾ കഴിക്കുന്നത് മൂലം മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ഉന്മേഷവാന്മാരായിരിക്കുവാനും സാധിക്കുന്നു. കൂടാതെ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുന്നത് തടയുവാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ധാന്യങ്ങൾ ഉൾപ്പെടുത്തി സ്വാഭാവികമായും തടി കുറയ്ക്കുവാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കുന്ന മറ്റൊരു ഭക്ഷണമാണ് മുട്ട. മുട്ട പലർക്കും ഇഷ്ടമാണ്. നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ മുട്ട ഉൾപ്പെടുത്തുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ടയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ 15 മുതൽ 30% വരെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ പ്രോട്ടീൻ മുട്ടയിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്നുണ്ട്. ഇത് കഴിക്കുന്നത് മൂലം നമുക്ക് നമ്മുടെ എനർജി വീണ്ടെടുക്കുവാനും സാധിക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യമായ കൊഴുപ്പുകൾ ഇത് കഴിക്കുന്നത് മൂലം ഇല്ലാതെയാകുന്നു. ഇതുമൂലം ശരീരഭാരം കുറയ്ക്കുവാനും സഹായിക്കുന്നു. ഒരു ദിവസം 1 മുതൽ 2 മുട്ട വരെ നമുക്ക് കഴിക്കാവുന്നതാണ്. മുട്ട പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി മറിച്ച് വെളിച്ചെണ്ണ ചേർത്ത് പൊരിച്ചു കഴിച്ചാൽ ഇതിന്റെ ബലം കുറയും. ഇനി അടുത്തത് ചിയാ സീഡ്സ്. 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സിൽ 15 ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ടെന്ന് ആയുർവേദത്തിൽ പറയുന്നു. നമുക്ക് പ്രതിദിനം ആവശ്യമായ 40% ഫൈബർ ചിയാ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുമൂലം ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. 2015 ഒരു പഠനമനുസരിച്ച് 30 ഗ്രാം ഫൈബർ കഴിച്ച് ശരീരഭാരം കുറയ്ക്കുവാൻ കർശനമായ ഭക്ഷണക്രമം പിന്തുടരുകയാണെങ്കിൽ അമിതവണ്ണം കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കിനി ചിയാ സീഡ്സ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ചിയാ സീഡ്സ് നമുക്ക് ഓട്സ്, സാലഡ്, സൂപ്പ്, ജ്യൂസ് എന്നിവയിൽ ചേർത്ത് കഴിക്കാം. ഇത് കഴിക്കുന്നത് കൊണ്ട് തന്നെ തടി കുറയ്ക്കുവാൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തേണ്ട കാര്യമില്ല. നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ ഇതുപോലെയുള്ള ഭക്ഷണക്രമങ്ങൾ ശീലമാക്കിയാൽ തടി കുറയ്ക്കുവാനും ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാനും സാധിക്കുന്നു. ഇതിലൂടെ കൂടുതൽ ഊർജം ലഭിച്ച് നല്ല ചുറുചുറുക്കോടെ ഇരിക്കുവാനും സാധിക്കുന്നു. ഇതുകൂടാതെ ദിവസവും വ്യായാമം ചെയ്താൽ കൂടുതൽ മികച്ച ഫലം ലഭിക്കും. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു വൈദ്യ ചികിത്സയ്ക്കും എതിരല്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടതിനു ശേഷം നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നുള്ള കാര്യം ആരും മറക്കരുത്. നന്ദി.